നമസ്കാരം. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്ത് അതിനാടകീയ നീക്കങ്ങളാണ് പുരോഗമിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. പുതിയ മുഖ്യമന്ത്രിയായി JMM മുന്നോട്ട് വെച്ച ചമ്പായ് സോറിനെ സർക്കാർ രൂപീകരണത്തിന് വേണ്ടി ഇതുവരെയും സംസ്ഥാനത്തെ ഗവർണർ വിളിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്യുന്നത്. JMM-ഉം കോൺഗ്രസും മുന്നണിയിലെ എല്ലാ MLA-മാരെയും ഹൈദരാബാദിലേക്ക് നീക്കാനുള്ള ചില നടപടികളും തുടങ്ങിയിട്ടുമുണ്ട്. ഇതിനുവേണ്ടി രണ്ട് ചാർട്ടേഡ് വിമാനങ്ങൾ ബുക്ക് ചെയ്തതായി ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് PTI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 81 അംഗ ജാർഖണ്ഡ് നിയമസഭയിൽ 47 MLA-മാരുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയാകാനിരിക്കുന്ന JMM-ന്റെ നേതാവ് ചമ്പായ് സോറൻ പറയുന്നത്. എന്നാൽ ഗവർണർ ഇതുവരെയും സർക്കാർ രൂപീകരണത്തിന്റെ ചർച്ചകൾക്ക് വേണ്ടി ചമ്പായ് സോറിനെ ക്ഷണിച്ചിട്ടില്ല. ഇതിനിടെ തങ്ങൾ പിന്തുണയ്ക്കുന്ന മുഴുവൻ MLA-മാരുമായി രാജ്ഭവനിൽ എത്താമെന്ന് അറിയിച്ചു ചമ്പായ് സോറൻ ഗവർണർക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം 5:30 ഗവർണർ സമയം അനുവദിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. എന്തായാലും സ്വന്തം MLA-മാരെ സംസ്ഥാനം കടത്തി ഭരണം നിലനിർത്താനുള്ള വളരെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ ജാർഖണ്ഡ് മുക്തിമോർച്ച എന്ന പാർട്ടി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊപ്പമുള്ളത് കോൺഗ്രസിന്റെ MLA-മാർ കൂടിയാണ്. എന്തായാലും BJP ജാർഖണ്ഡിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. അത്ര കണ്ട് നാടകീയ നീക്കങ്ങളാണ് ജാർഖണ്ഡിൽ ഈ മണിക്കൂറുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.